2016 ഏപ്രിലാണ് ഒറ്റപ്പാലത്തെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ തന്റെ 8ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയത്. സെപ്റ്റംബർ മാസത്തിൽ ഫലം പുറത്തു വന്നപ്പോൾ നിതിൻ ഒരു പേപ്പറിൽ തോറ്റു. 7 സെമസ്റ്റർ പരീക്ഷകളിലും ജയിച്ച നിതിന്റെ 8ാം സെമസ്റ്ററിലെ ഒരു പേപ്പറിന് കിട്ടിയത് 5 മാർക്ക് മാത്രം. അടുത്ത ദിവസം തന്നെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ചു. 2 മാസം കഴിഞ്ഞിട്ടും ഫലം വന്നില്ല. തുടർന്ന് നവംബർ മാസത്തിൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതി. 2017 ഫെബ്രുവരിയോടെ സപ്ലിമെന്ററി ഫലം വരികയും ജയിക്കുകയും ചെയ്തു. അപ്പോഴും പുനർമൂല്യനിർണ്ണയ ഫലം വന്നിരുന്നില്ല. സർവകലാശാല പരീക്ഷാഭവനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഏപ്രിൽ ആദ്യവാരത്തിൽ പുനർമൂല്യനിർണ്ണയ ഫലം വന്നപ്പോഴാണ് 50-ന് തുല്യമായ ഗ്രേഡ് കിട്ടിയത്. അതിനിടെ തോൽക്കാനുള്ള കാരണമാരാഞ്ഞ് അയച്ച വിവരാവകാശ അപേക്ഷ പ്രകാരം കിട്ടിയ രേഖയിൽ 50 മാർക്കാണ് ആദ്യ പരീക്ഷയിൽ നേടിയതെന്നും പുനർമൂല്യനിർണ്ണയത്തിന് ശേഷം 51 മാർക്കായെന്നും മറുപടി കിട്ടി. സാങ്കേതിക തകരാറ് മൂലമാണ് മാർക്കിൽ തെറ്റുവന്നതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. റിസൾട്ട് വന്നപ്പോൾ അവർ 5 മാർക്ക് എന്നുള്ളത് 50 മാർക്ക്, എനിക്ക് 5 മാർക്കാണ് അവർ തന്നിട്ടുള്ളൂ. അത് ശരിക്കും റീവാലുവേഷൻ കൊടുത്തപ്പോൾ 50 മാർക്കായി. അപ്പോൾ 70-ലാണിത്, 70-ൽ 50 മാർക്ക്. അപ്പോൾ അത്രയും മാർക്ക് ഉണ്ടായിരുന്നിട്ട് അവർ 5 മാർക്ക് കാരണം എൻ്റെ ഇപ്പോൾ ഒരു കൊല്ലം വെറുതെ നഷ്ടപ്പെട്ടു. എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയതാണ്. എനിക്ക് ഹയർ സ്റ്റഡീസൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസലായിപ്പോയി ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ്. അതോടെ സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം റദ്ദാക്കി. 2016 ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷയുടെ ഫലം നിതിനറിഞ്ഞത് 1 വർഷത്തിനു ശേഷമാണ്. ഫലം വരാതിരുന്നതിനാൽ നിരവധി പരീക്ഷകൾക്ക് പങ്കെടുക്കാനും നിതിനായില്ല. വിദേശത്തേക്ക് പോകാനുള്ള അവസരവും നഷ്ടമായി. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാനായി കാത്തിരിക്കുകയാണ് നിതിനിപ്പോൾ. അർജുൻ മട്ടന്നൂർ, മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.